എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആർദ്രം മെറ്റീരിയൽസിൻ്റെ ഒരു കിച്ചൺ കബോർഡിൻ്റെയും അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെയും ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഒരു കിച്ചൺ കബോർഡ് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ വർക്ക് ഏരിയ ചെയ്യുമ്പോഴേക്കും എന്തെല്ലാം മെറ്റീരിയലുകളാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് വർക്ക് ഏരിയയിലെ ടോപ്പിലെയും ബോട്ടത്തിലെയും ബോക്സുകളാണ്. ഇത് താഴത്തെ ബോക്സുകളാണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ തന്നെ ടോപ്പിലെ ബോക്സുകൾക്കെല്ലാം നമ്മൾ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോറിൻ്റെ ഗ്യാപ്പ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ ഇതിനെല്ലാം വരുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ്. അപ്പം പ്രൊഫൈൽ ഹാൻഡിലുള്ള ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഇതിന് കട്ട് ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ടോപ്പിലെ എല്ലാ ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രൊഫൈൽ ഹാൻഡിലുള്ള കട്ടിങ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. കണ്ടോ, ഇതാണ് പ്രൊഫൈൽ ഹാൻഡിലെ ഗ്യാപ്പിലാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ ഗ്യാപ്പാണ് പ്രൊഫൈൽ ഹാൻഡിൽ വരാനുള്ള സ്ഥലം. ഇനി നമുക്ക് ഈ ഡോറെല്ലാം അഴിച്ച് മൈക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മൈക്ക് ഒട്ടിക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജ് ജോയിൻറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ എഡ്ജ് ജോയിൻറ്റ് എല്ലാം നമ്മൾ ഈ PVC മൈക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് PVC മൈക്കാണ്. കണ്ടോ, ഇത് നമ്മളൊരു ബ്ലൂ കളർ തന്നെ ലൈറ്റ് ഷെയ്ഡാണ്, അതിൽ തന്നെ ഗിൽറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുകയാണ്. അതിൻ്റെ എഡ്ജ് ജോയിൻ്റാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്ജ് ജോയിൻറ്റ് കട്ട് ചെയ്തത് കണ്ടോ എങ്ങനെയാണെന്ന് കറക്റ്റ് നമ്മുടെ ബോർഡിൻ്റെ ഒരു കനത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തത്. ഇതുപോലെ ഒരു കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് ടോപ്പിലെ പീസ് ഒട്ടിച്ച് അതിന് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഡോറിൻ്റെ വർക്കൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞ് ഇനി നമുക്ക് അകത്തെ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അകത്ത് മൈക്ക് ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സെയിം മൈക്ക് തന്നെ അകത്ത് ഒട്ടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം മൈക്ക് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വേറെ വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെന്താണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഒന്നും കൂടെ പറയുവാണ്. ഇതാ നമ്മുടെ വിക്കർ ബാസ്ക്കറ്റാണ്. അതായത് നമ്മുടെ സബോള, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടാനായിട്ട്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് എയർ സർക്കുലേഷൻസ് ഒക്കെ നടക്കും. അതുകൊണ്ട് നമുക്ക് ഈ അവിഞ്ഞു പോകുമെന്നുള്ളൊരു പേടി വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് വിക്കർ ബാസ്ക്കറ്റ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണ് ടാൻഡം ബോക്സ്. കേട്ടോ, ടാൻഡം ബോക്സിൻ്റെ വിഡ്ത്താണ്. വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ടാൻഡം ബോക്സിൻ്റെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. കേട്ടോ, ടാൻഡം ബോക്സിൻ്റെ ഫസ്റ്റത്തെ പീസ് ഇടുന്ന രീതിയാണ്. കണ്ടോ, ടാൻഡം ബോക്സിൽ നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതുവരെ ഒരു വീഡിയോയിലും ഇതുപോലെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പം ടാൻഡം ബോക്സ് നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. നമ്മുടെ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയൊക്കെ ബോക്സിൻ്റെയൊക്കെ ഡോറുകളെല്ലാം അതുപോലെ ടാൻഡം ബോക്സിൻ്റെയും അതുപോലെ പുള്ളൗട്ടിൻ്റെ എല്ലാം ഡോറെല്ലാം നമ്മൾ മയക്കി ഒട്ടിച്ച് കഴിഞ്ഞു. ഏകദേശം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം നമ്മൾ ഇനിയിപ്പം പ്രൊഫൈൽ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പം പ്രൊഫൈൽ ഹാൻഡിലൊക്കെ ഉടനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക്. കേട്ടോ, ഇതിനിടയിൽ നമ്മുടെ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും ടോപ്പ് ഭാഗം കാണിക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും ടോപ്പ് ഭാഗം. ഇവിടെ നമ്മൾ മെയിനായിട്ട് ബോക്സ് പോലെ അടിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഡോറ് തൂക്കുകയാണ്. ഇതുപോലെ കണ്ടോ, നമ്മൾ ഡോറെല്ലാം സെറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഡോറാണ് നമ്മൾ തൂക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹാൻഡിലൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്നത് വർക്ക് ഏരിയയിലെ സംഭവമാണ്. കേട്ടോ, വർക്ക് ഏരിയയിൽ നമ്മളിതുപോലെ ചെയ്തു. അപ്പോൾ നമ്മളിതാ ഇതിൽ ടാൻഡം ബോക്സിൻ്റെ നമ്മളിത് ലാസ്റ്റത്തെ ടാൻഡം ബോക്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടത് എന്താ സ്മൂത്തായിട്ട് കയറി പോകുന്നത്. അപ്പം പ്രൊഫൈൽ ഹാൻഡിലെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഇട്ടതാണ് നമ്മൾ കാണുന്നത്. പ്രൊഫൈൽ ഹാൻഡിലാണ് ബ്ലാക്ക് കളറിൽ കാണുന്നത്. കണ്ടത് ടാൻഡം ബോക്സിൻ്റെ സ്മൂത്ത്നെസ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. നോക്കിക്കോണം. കണ്ടോ, ഇത് നമ്മുടെ ഫുള്ള് പ്രൊഫൈൽ ഹാൻഡിലെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഡോറെല്ലാം തൂക്കി കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിൽ നമ്മുടെ ഹെഡ് റെസ്റ്റിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് കണക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫുൾ ലെവലിൽ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് തിളങ്ങി നിൽക്കുന്ന നമ്മുടെ കിച്ചൺ കബോർഡും വർക്ക് ഏരിയയും. അപ്പോൾ നമുക്ക് പോകാം ഫുൾ ഫിനിഷിങ് വീഡിയോയിലേക്ക്.
ആർദ്ര മെറ്റീരിയൽസും കിച്ചൺ കബോർഡുകളും എന്ന ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് മുമ്പേ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് മെറ്റീരിയലുകളെ കുറിച്ചും കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയതായിട്ടൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീട് റിപ്പയർ ചെയ്ത് സെറ്റാക്കുമ്പോഴേക്കും നമുക്ക് കിച്ചണിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടാകും. അപ്പം കിച്ചണെ കുറിച്ച് പ്ലാനിങ്ങുകളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ടോണി ചേട്ടൻ വ്ളോഗ്സിലെ പ്ലേലിസ്റ്റിൽ കയറിയതിന് ശേഷം ഇൻറ്റീരിയൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഫോൾഡർ തന്നെ ഉണ്ട്. അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇൻറ്റീരിയൽ വർക്കുകൾ മാത്രമായിട്ടുള്ളൊരു ഫോൾഡറാണ്. അതിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ നല്ല സ്റ്റൈലായിട്ട് കിച്ചൺ കബോർഡുകളും ഇൻറ്റീരിയൽ വർക്കുകളും ചെയ്യാൻ ആഗ്രഹമുള്ള ഉടനെ തന്നെ ആർദ്രം മെറ്റീരിയൽസിനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.